ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതിനോടൊപ്പം ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കുക തന്നെയാണ്. അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പം വൈജയ്ക്ക് വന്നിരിക്കുന്ന പാഴ്സൽ വേറൊന്നുമല്ല, ഫുഡാണേ. അപ്പം അലീന ഉണ്ടാക്കുന്നത് ആ എച്ചില് കൈ കൊണ്ട് തൊടത്തില്ല, കഴിക്കത്തില്ല എന്നൊക്കെ വെല്ലുവിളിച്ചല്ലോ. അപ്പൊ പിന്നെ പാഴ്സൽ വരുത്തണമല്ലോ. അപ്പൊ അങ്ങനെയാണ് പാഴ്സൽ വരുത്തിയിരിക്കുന്നത്. അപ്പം പാഴ്സലുമായിട്ട് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, നേരെ വൈജയുടെ റൂമിലേക്ക് ചെല്ലാണ്. അങ്ങനെ വൈജയുടെ റൂമിലേക്ക് ചെന്നു. മേഡത്തിനൊരു പാഴ്സൽ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഡോറ് കൊട്ടി. ഡോറ് തുറന്നപ്പോഴത്തേക്ക് എന്താടി എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. എന്താടി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതെ മേഡത്തിന്റെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പാഴ്സൽ ഇങ്ങനെ കൊടുക്കാൻ നോക്കി. ഇതെന്താ മേഡം, ഫുഡ് വല്ലതാണോ എന്നിങ്ങനെ ചോദിച്ചു. സ്വാഭാവികം, നമ്മൾ ചോദിക്കൂലോ. അപ്പൊ അതുപോലെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറഞ്ഞു, എന്തേ ഫുഡായാലും ഇങ്ങോട്ടേക്ക് നീ കേറ്റത്തില്ലേ? അതെ, ഇതെനിക്ക് കഴിക്കാനുള്ള ഫുഡാ. പറഞ്ഞു, അത് മേഡം ഞാൻ ഇവിടേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ആർക്ക് കഴിക്കാനാ? മേഡത്തിനുള്ള ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയല്ലേ ഞാൻ ഫുഡ് ഉണ്ടാക്കണത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ പിന്നെ നിന്റെ ഔദാര്യം ഒന്നും എനിക്ക് ആവശ്യമില്ലടി, ഒരു ഫുഡുകാരി വന്നിരിക്കുന്നു. നീ ആരാന്നടി നിന്റെ വിചാരം? നീ ഉണ്ടാക്കുന്ന ഫുഡേ കഴിക്കത്തുള്ളുന്നുണ്ടോ? എനിക്ക് നീ ഉണ്ടാക്കുന്ന ആ എച്ചില് വേണ്ടടി. അത് ആർക്ക് വേണം? നീ കൊണ്ട് കൊടുക്ക് വേറെ ആർക്കെങ്കിലും. എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ. നീ തൊടുന്ന ഒന്നും എനിക്ക് വേണ്ട. ഈ വീട്ടിൽ ഞാൻ കയറി വന്നത് തന്നെ എന്റെ ആങ്ങളമാരെ ഓർത്തും മാത്രമാ. അവരെന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അല്ലാതെ ഈ വീട്ടിലേക്ക് വൈജ കാലെടുത്ത് കുത്തനെങ്കിൽ വൈജയുടെ ജീവൻ പോണമായിരുന്നു. പിന്നെ എന്റെ ആങ്ങളമാരെ ഓർത്ത് മാത്രം. പിന്നെ നിനക്കൊരു വിചാരമുണ്ട്, നീ ആരാണ്ടാണ്, നീ ഈ വീട്ടിലെ അധികാരിയാണ്, അവകാശിയാണെന്ന്. എങ്ങനെയാടി നീ ഈ വീട്ടിലെ അധികാരിയാകുന്നത്, അവകാശിയാകുന്നത്? ഏതോ ഒരു പിഴച്ച തള്ളയ്ക്ക് പ്രസവിച്ച നീ ഈ വീട്ടിലെ അധികാരി അവകാശി. എടീ, നിനക്ക് ഈ കാണാതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ആ ഒരു കൊതി ഉണ്ടല്ലോ, ആ മോഹം ഉണ്ടല്ലോ, അത് ഒത്തിരി കാലം ഒന്നും കാണത്തില്ലടി. നിർത്തിക്കോ. നിർത്തിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. അതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ ഓരോന്ന് കേട്ട് ലാസ്റ്റ് ചെവിയിൽ പഞ്ഞി കുത്തി കയറ്റി വെച്ചിട്ട് നടക്കേണ്ട വരുന്ന പറഞ്ഞപ്പോഴത്തേക്കും മേഡം ഞാൻ അതിന് എന്താ ചെയ്തത്? മേഡത്തിനോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മേഡം. മേഡം എന്തിനാ, എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. മേഡം എന്നും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. ഇപ്പൊ എന്തേ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ എന്താ മേഡം മേഡത്തിന് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇവരെക്കാളൊക്കെ ഒരുപാട് പ്രായത്തിന് മൂത്തതല്ലേ മേഡം. മേഡം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേഡം അല്ലേ ആദ്യം എന്നെ മനസ്സിലാക്കേണ്ടത്? മേഡത്തിനല്ലേ അവരെക്കാളൊക്കെ കുറെ നാള് ഓണം കൂടുതലുണ്ടത്. അപ്പം പിന്നെ മേഡം അല്ലേ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്റെ ഓണം ഉണ്ടതിന്റെ കണക്കൊന്നും എടുക്കാൻ വരണ്ട. നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ, അതാ നിനക്ക് നല്ലത്. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ട, അത് തന്നെ. അപ്പം മേഡം എന്നും ഇങ്ങനെ ഭക്ഷണം പുറത്തുനിന്ന് വരുത്തി കഴിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അത് എത്രത്തോളം പ്രാക്ടിക്കലായ കാര്യമെന്ന് മേഡത്തിന് അറിയാമോ? എന്നും ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ കൈ കൊണ്ട് എനിക്ക് എന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു, അതുവരെ ഞാൻ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും. നീ വിചാരിക്കുന്ന ആളല്ല ഈ വൈജ കൈതയ്ക്ക് കുഞ്ഞിരാമമേനോന്റെ മോളാ. അല്ലാതെ ഞാനേ പിച്ചത്തൊട്ടിയില് കൈവിട്ട് വാരി ജീവിച്ചവളല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോ അതെ മേഡം, ഞാൻ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരി തന്നെയാ ജീവിച്ചത്. പക്ഷെ അതിനുകൊണ്ട് മേഡം ഒരു അന്തസ്സും അഭിമാനവും എനിക്ക് അത്ര മാത്രമേ മേഡത്തിനോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടോ നമ്മുടെ അലീന. വൈജയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോയി പുറത്തുനിന്ന് മേടിച്ച ഫുഡ് കഴിക്കാനായിട്ട്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് കാണിച്ചിട്ടില്ലായിരുന്നേ. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ വന്ന് പറഞ്ഞു ചോദിച്ചു, എന്താ മോളെ ഇവിടെ ഒരു പ്രശ്നം, എന്താ മോളെ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നും അല്ല, അപ്പൊ ഇവിടെ ആരാ എന്തോ ഒരു സാധനം പാഴ്സൽ കൊണ്ട് വന്നു എന്ന് നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ബാലചന്ദ്രൻ ചോദിച്ചത്, എന്താ മോളെ കാര്യം, എന്താ ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മേഡത്തിന് പാഴ്സലായിട്ട് വന്നാന്ന് പറഞ്ഞപ്പോ മേഡത്തിനോ, ഏത് മേഡത്തിന്? വൈജയ്ക്കോ? അതെ മേഡത്തിന് ഒരു പാഴ്സൽ കൊണ്ടുവന്നതാ. എന്ത് പാഴ്സൽ, അവൾ എന്താ എന്നിട്ട് മേടിച്ചത്? അത് പിന്നെ അച്ഛൻ ചോദിക്കാനൊന്നും പോകണ്ട, അച്ഛൻ ചോദിക്കില്ലെന്ന് എനിക്ക് വാക്കുതാന്ന് പറഞ്ഞപ്പോ എന്താ അടിയെന്ന് മര്യാദയ്ക്ക് നിന്നോട് ചോദിച്ചില്ല, അത് നിനക്ക് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഫുഡാണ്, കഴിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് ഓർഡർ ചെയ്താ മേഡം കഴിക്കുന്നത്. അതെന്താ ഇവിടെ ഫുഡ് ഇല്ലാത്ത വീടാണോ? ഇവിടെ എന്താ ദാരിദ്ര്യം പിടിച്ചു കിടക്കുവാണോ എല്ലാത്തിനും? ഇവിടെ നീ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, എന്തോരം എന്ന് പറഞ്ഞാ വേസ്റ്റ് ആക്കി എടുത്ത് കളയണത്. നീ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ പിന്നെ എടുത്ത് എറിഞ്ഞു കളയോ? ഈ ബാലചന്ദ്രനെ അങ്ങനെ വെറുതെ എറിഞ്ഞു കളയാനുള്ള പൈസ ഒന്നും ഇല്ല. ബാലചന്ദ്രൻ മറ്റേ സ്വർണ്ണക്കരണ്ടി ആയിട്ടൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്.
ആഹാ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനായിട്ട്. അത് പിന്നെ മേഡത്തിന് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ അച്ഛാന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിർത്ത അവള് ഞാനൊന്ന് കയറി കാണട്ടെ, അവൾ ആരാന്ന അവളുടെ വിചാരം, ഇവിടെ നിന്നെ ഈ പരിപാടി പറ്റത്തില്ല, ഇനി ഇവിടെ പാഴ്സൽ അങ്ങാണം വരുത്തിയാല് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്ക് കൂടാനായിട്ട് ചെന്നപ്പം പ്ലീസ് അച്ഛ ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം അച്ഛ, ഇതിന്റെ പേരിൽ ഒരു വഴക്ക് ഉണ്ടാക്കരുത് അച്ഛ പ്ലീസ് അച്ഛ എന്ന് പറഞ്ഞ് നമ്മുടെ അലീന കാലും കൈയും പിടിക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ അങ്ങനെ അലീന എന്നല്ല ആര് കാലും കൈയും പിടിച്ചാലും നിൽക്കത്തില്ല. വൈജയുടെ അഹങ്കാരത്തിന് നല്ല 4 വർത്താനം പറയാതെ ഒരിക്കലും സമാധാനം കിട്ടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ബാലചന്ദ്രൻ വൈജയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. അതെ, നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. എന്റെ ഉദ്ദേശം നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ താമസിക്കുമ്പോ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്നെ ബോധിപ്പിക്കണം. നീ ഇപ്പൊ ഇവിടെ താമസിക്കുന്നതേ എന്റെ ഭാര്യയായിട്ടല്ലേ, ബാലചന്ദ്രന്റെ വൈഫ് ആയതുകൊണ്ടല്ലേ നീ ഇവിടെ താമസിക്കുന്നത്. ഓ, ബാലചന്ദ്രന്റെ ഭാര്യ പദവി അതെനിക്ക് വേണ്ടെങ്കിലോ, അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. ഓ, നിന്റെ ഡിവോഴ്സ് നോട്ടീസ് അതൊക്കെ ഇരിക്കട്ടെ. ദേ ഞാൻ പറയുന്നത് ആദ്യം ചെവി തുറന്ന് വെച്ച് കേക്കണം വൈജയ് നീയ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വീട്ടിലേക്ക് നീ ആരെങ്കിലും പാഴ്സലാന്നും പറഞ്ഞ് വല്ല ഫുഡ് ഐറ്റംസും കൊണ്ടുവന്നാല് പറമ്പിക്കിടക്കും, തൊടിയിൽ കിടക്കും. ഇവിടെ വെച്ച് ഓട്ടാക്കി കഴിക്കാനേ പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നാ മതി, ഇല്ലെങ്കിൽ നീ സ്ഥലം വിട്ടു പോകാൻ നോക്ക്. അവിടെ ഒരു മണിമാളിക പണിതിട്ടിട്ടുണ്ടല്ലോ കുഞ്ഞിരാമമേനോൻ, പൊക്കോ അവിടെ പോയി താമസിക്ക്. എന്തേ അവിടെ പോകാത്തത്? നിന്നെ സഹിക്കാൻ പറ്റത്തില്ല നിന്റെ ആങ്ങളമാർക്കോ നിന്റെ വലിയൊരു കമല്യാട്ടത്തി ഉണ്ടല്ലോ, അവക്ക് പോലും നിന്നെ സഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ ബാലചന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ചേക്കാണ് നിന്നെ സഹിക്കാനായിട്ട്. സഹിക്കണമല്ലോ, സഹിക്കാൻ ഞാന്. അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ആരും സഹിക്കുമെന്ന് വേണ്ട, സഹിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. അതിൽ ഒപ്പിട്ട് തരുവാണെങ്കിൽ അന്തസ്സായിട്ട് ഒപ്പിട്ട് ഡിവോഴ്സ് ആകാലോ. അപ്പം അതിന് പറ്റത്തില്ലാത്തത് നിങ്ങൾക്കല്ലേ, എങ്ങനെ പറ്റും? മനസ്സിനോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ എന്ന്. ഒരു ഭാര്യയും 3 മക്കളും ഉള്ള ഒരാളാണ് ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി വെച്ച് താമസിപ്പിക്കുന്നത്. എന്നിട്ട് പേരിന് എല്ലാവരെയും കണ്ണു കെട്ടാൻ വേണ്ടിയിട്ട് എന്താ അവള് മകളാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നു. അതേടി, ഇവളെ ഇവിടത്തെ ഭബിതയുടെയും രോഹിത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോളുടെയും കൂടി ചോരയാടി. ഇവരുടെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്ന ചോര ഒന്നാടി. അതെന്തേ നിനക്ക് മനസ്സിലാവുന്നില്ല? അത് മനസ്സിലാക്കി തരണോ ഞാന്? വേണമെങ്കിൽ ഞാനത് മനസ്സിലാക്കി തരാടി എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഹൈ പിച്ചിലങ്ങ് കയറി പോവാണ് ദേഷ്യം. അപ്പൊ പെട്ടെന്ന് അലീന വന്നിട്ട്, അച്ഛ പ്ലീസ് അച്ഛൻ നിർത്തച്ഛ, എന്താ അച്ഛ ഇതിപ്പോ കൃഷ്ണമോളും വന്നിട്ട് ഇത് എന്താ ഇത്, ഇവിടെ എന്താ പ്രശ്നം, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ദേ അച്ഛ, അമ്മയ്ക്ക് വെളിവില്ല, എന്തിനാ അമ്മയുടെ പുറകെ അച്ഛൻ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അയ്യോ വെളിവുള്ള സാധനം ആണല്ലോ ഈ നിൽക്കുന്ന എല്ലാവരും. എടി നാണമില്ലേടി ഇതിനൊക്കെ? നിന്റെ അമ്മയടി, നിന്നെ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചതാടി, എല്ലാം കൂടെ അലീന കുലീന അങ്ങോട്ട് കയറി നിൽക്കാനായിട്ട്. എന്തോ നാടി നിങ്ങൾ ഈ കാണിക്കുന്നത്? നാണം ഉണ്ടോടി? അപ്പനൊരു പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നു, അതിന് സപ്പോർട്ടായിട്ട് മക്കളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ബാലചന്ദ്രന് ദേഷ്യപ്പെട്ടിട്ട്, മിണ്ടിപ്പോകരുത് നീ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. ഒരു വിധത്തിൽ അലീന എങ്ങനെയൊക്കെയോ പറഞ്ഞ് രണ്ടിനെയും 2 വഴിക്കാക്കി വിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ ബോംബ് സ്ഫോടനം പോലെ അവിടെ ഉണ്ടാകും. ആ അവസ്ഥയാണ് നമ്മുടെ വൈജയും ബാലചന്ദ്രനും കൂടെ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ റൂമിൽ പോയി, വൈജയ റൂമിൽ കയറി. 3 എണ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുക, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കൃഷ്ണമോള് പറഞ്ഞു, എന്റെ പൊന്ന് അലീന ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ട്, എന്ത് ചെയ്യും അലീന ചേച്ചി? ഇവരെ 2 പേരും ഒന്നിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ 2 ഒന്നിക്കുന്നുമില്ല. എനിക്കാണെ സമാധാനമില്ല, എന്ത് ചെയ്യാനാ? ബാക്കി എല്ലാവരും നേരെയായാലും എന്റെ അമ്മ നേരെയാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിതയും പറഞ്ഞു, ഇവരെ ഒന്നിപ്പിക്കാൻ എന്താ ഒരു വഴി? അല്ല അലീന ചേച്ചിക്ക് എന്തെങ്കിലും വഴി അറിയാമോ? എനിക്ക് എന്ത് വഴി അറിയാനാ മോളെ, നിന്റെ അമ്മേനെ ഉണ്ടല്ലോ പിടിച്ച് തളയ്ക്കാനൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. റെയർ പീസ് എന്നുള്ള രീതിയിൽ അലീന സംസാരിക്കാൻ കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രോഹിത്ത് മേളിലാണല്ലോ, രോഹിത്ത് ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ രോഹിത്ത് ഇടയ്ക്ക് ഇങ്ങനെ റൂമിൽ നിന്ന് നമ്മുടെ അലീനെ ഇറക്കിക്കൊണ്ട് വരികയാണ്. രോഹിത്തിനെ ഇറക്കിക്കൊണ്ട് വന്നിട്ട്, നീ എന്തിനാ ഈ റൂമിൽ ഇങ്ങനെ ചടഞ്ഞൊതുങ്ങിയിരിക്കുന്നത്? ഇനി നിനക്ക് ഫുഡ് ഇവിടെ കൊണ്ട് തരത്തില്ല, ഇനി ഫുഡ് താഴെ ഡൈനിങ് ടേബിൾ ആയിരിക്കും. ഒരു പ്രശ്നമില്ലല്ലോ, കാലേ കുരുണ്ടോ? ഇല്ലല്ലോ, അതുകൊണ്ട് വാന്നും പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന രോഹിത്തിന്റെ മുഖം കണ്ണാടിയിൽ നമ്മുടെ അലീന കാണിച്ചു കൊടുക്കണം. ഒത്തിരി നാളായി രോഹിത്തിനെ തന്നെ കണ്ടിട്ട്.
അപ്പൊ രോഹിത് ഇങ്ങനെ മുഖമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് കണ്ടോ, നിന്റെ മുഖം കണ്ടോ, നീ നോക്കിത്, ഇത് നീ നോക്ക്, നിനക്ക് നിന്നോട് സ്നേഹമില്ലേ, നിനക്ക് നിന്നെ സ്നേഹിക്കണ്ടേ, നമ്മളല്ലാതെ പിന്നെ ആരാ നമ്മളെ സ്നേഹിക്കുന്നത്? നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ പിരികം, നമ്മുടെ ചുണ്ട്, നമ്മുടെ എല്ലാ അവയവങ്ങളെയും നമ്മളെയാ സ്നേഹിക്കേണ്ടത്, നമ്മളാ സ്നേഹിക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്നേഹിച്ചാലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ വാചകങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പറഞ്ഞു, അത് പിന്നെ അലീന ചേച്ചി, ഞാൻ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങാതിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടും അല്ല. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എങ്ങനെയായിരിക്കും കാണുന്നത്? എനിക്കിപ്പം സത്യം പറഞ്ഞ ബബിതയുടെയും കൃഷ്ണമോളുടെ ഒക്കെ മുഖത്ത് നോക്കാനായിട്ട് നാണം തോന്നുക, ലജ്ജ തോന്നുക. കാരണം ഞാൻ വെറും ഒരു കേസിലെ പ്രതിയല്ല, റേപ്പ് ലിസ്റ്റില്, അത് റേപ്പ് ചെയ്ത ലിസ്റ്റിലെ 2ാം പ്രതി എന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിർത്ത്, ഇനി നീ അതിനെ കുറിച്ച് പറയണ്ട. നീ റേപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ആരെ റേപ്പ് ചെയ്തെന്നാ നീ പറയുന്നത്? നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ, നീ ചെയ്തത് തെറ്റാണ്, അത് തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ചെയ്യാത്ത കാര്യത്തിനാ നീ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നതെന്ന് നിന്റെ അനിയത്തിമാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അവരാണെങ്കിൽ നിന്നെ ഒന്ന് കാണാന്, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാന്, നിന്നോടൊന്ന് സംസാരിക്കാന് എന്തുമാത്രം കൊതിച്ചിരിക്കുകയാണെന്ന് അറിയാമോ രോഹിത്? നീ ഒരു കാര്യം ചെയ്യും, നീ അവരുടെ മുമ്പിലേക്ക് ചെല്ല്. നിന്റെ അച്ഛന്റെ മുഖത്ത് നിനക്ക് നോക്കണ്ടേ? നിന്റെ അമ്മേനെ നിനക്ക് കാണണ്ടേ? നിനക്ക് വേണ്ടിയല്ലേടാ അവരിതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്. അച്ഛനെ വിഷമിപ്പിക്കാൻ കൊള്ളുവോ നമുക്ക്? മാത്രമല്ല നിന്റെ പെങ്ങന്മാര്, നിനക്കൊന്ന് അവരെ ഒന്ന് നോക്ക്, നീ അവരുടെ സ്നേഹം നീ ഒന്ന് കാണു മോനെ എന്നൊക്കെ പറഞ്ഞ് അലീന എന്ത് ചെയ്യുന്നു? പതിയെ നമ്മുടെ രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് നേരെ സ്റ്റെയർ ഒക്കെ ഇറങ്ങി താഴേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ അതിശയം, ഭയങ്കര അതിശയം. കൃഷ്ണമോളും ബബിതയും ഇങ്ങനെ നോക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രോഹിത് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ബബിത ചെന്നിട്ട് എന്താ രോഹിത്തേട്ടൻ ഇങ്ങനെ മിണ്ടാതെയൊക്കെ കയറിയിരിക്കുന്നത്, രോഹിത്തേട്ടന്റെ ആരാ ഞങ്ങള്? കൃഷ്ണമോളും ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാണ്, എന്താ രോഹിത്തേട്ട ഇത്? രോഹിത്തേട്ടൻ ഇങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ഇരിക്കാനുള്ളതാണോ രോഹിത്തേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രോഹിത്തേട്ടൻ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, ഇങ്ങനെയൊന്നും പറയല്ലേ രോഹിത്തേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ രോഹിതിനെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ പെങ്ങന്മാര് 2 പേരും ആങ്ങളേനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീന് ഇത് നമ്മുടെ ബാലചന്ദ്രൻ കാണുന്നു. ബാലചന്ദ്രന്റെ സന്തോഷം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു സീൻ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണൽ ആയി. അതുപോലെ ഒരു രസമുള്ള ഒരു സീനാണ് കേട്ടോ. അത്രയ്ക്ക് നമുക്കൊരു സന്തോഷം തോന്നിപ്പോകുന്ന ഒരു അടിപൊളി സീനാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് മുമ്പില് ബാലചന്ദ്രൻ മേനോൻ നന്ദി പറയാണ് കേട്ടോ. എന്റെ മക്കളെ എല്ലാവരെയും നീ മാറ്റിയെടുത്തില്ലേ അലീന? നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? നിനക്ക് എന്ത് തന്നാലാ എനിക്ക് തൃപ്തിയാകുന്നെന്ന് എനിക്ക് അറിയില്ല അലീന. നിനക്ക് ഞാൻ എന്ത് തരാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അലീനയുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുകൈയായിട്ട് നിപ്പോട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചങ്ക് തകർന്ന് തരിപ്പണമായിട്ട്, വേണ്ട അച്ഛൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ കൂപ്പരുത്, ഒരിക്കലും എൻ്റെ മുമ്പിൽ കൈ കൂപ്പരുത്. അച്ഛൻ ചെയ്ത നന്മയുടെ ഫലമാ ആ അച്ഛൻ്റെ മക്കളിപ്പം ഈ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ ചെയ്ത നന്മയുടെ ഫലം തന്നെയാണ്. അവരൊരിക്കലും വഴിപഴിച്ച് പോയിട്ടില്ല, ഒരിക്കലും എൻ്റെ സഹോദരങ്ങൾ വഴിപഴിച്ച് പോയില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഇമോഷണൽ സീന് അവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ തമ്മിലുള്ള സന്തോഷ ജീവിതം. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി രോഹിത്തിന് ഒരു ചെറിയ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട്, ഇത് നീ ഈ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇടിപ്പിച്ചിട്ട് നമ്മുടെ ശരണേനെ കൊണ്ടുപോയില്ല അമ്പലത്തില്, അതുപോലെ തന്നെ രോഹിത്തിനെയും അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ഏതായാലും കിട്ടിലൻ വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണേ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി നമുക്ക് ഉണ്ടാവണം. അത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വീഡിയോ വിടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. വീഡിയോസ് കൂടുതൽ പേര് കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനും ഇടാനും ഒക്കെ തോന്നും കേട്ടോ. അപ്പൊ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മീൻസ് പരസ്യം കയറി വരുമ്പോൾ സ്കിപ്പ് ചെയ്തോളൂ. പരസ്യം ഫുള്ളായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. സ്കിപ്പ് എന്ന ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സ്ഥിരം കാണുന്നവരാണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ കൊടുത്തിട്ട് കാണണം. അതിനോടൊപ്പം ഇപ്പം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പം ഒരു ലൈക്കും ഹൈപ്പും കൂടെ കൊടുത്തിട്ട് പോകാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.